ഒരു സുഹൃത്തിന്റെ രോദനം. ഈ വീഡിയോ ക്ലിപ്പ് ക്യാപ്ചർ ചെയ്തത് അർജന്റീനക്കാരനായ ജാവേറാണ്. തന്റെ സുഹൃത്ത് അന്റോണിയെ പറ്റി കുറച്ച് നാളുകളായി ഒരു വിവരവുമില്ല. അപ്പോൾ അന്റോണിയോയുടെ വീട്ടിൽ പോയി നോക്കാൻ വേണ്ടി ജാവേർ തീരുമാനിച്ചു. ഫ്രണ്ട് ഡോറിൽ പോയി അന്റോണിയോ എന്ന് വിളിച്ചു നോക്കി, വാതിലിൽ കൊട്ടി നോക്കി. അന്റോണിയോ റെസ്പോണ്ട് ചെയ്തില്ല. ഉടനെ മതിൽ ചാടി പുറകുവാതിലിന്റെ അതിലെ പോയി നോക്കാൻ നോക്കിയപ്പോൾ എന്തോ കാരണങ്ങളാൽ പുറകുവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അകത്ത് കയറിയ ജാവേർ അവിടെ എല്ലാം നോക്കി. എന്തൊക്കെയോ ജാവേറിന് ചെറിയ തോതിൽ പേടി തോന്നുകയാണ്. അന്റോണിയോയുടെ ബെഡ്റൂമിലേക്ക് പോയി നോക്കാന്ന് കരുതിയപ്പോൾ Che, loco, si yo vos salí. ¿Escuchan eso? ആ റൂം പെട്ടെന്ന് അകത്തുനിന്ന് അടയ്ക്കുകയും ചെയ്തു. എന്തോ ദുരൂഹത ഫീൽ ചെയ്ത് ജാവേർ തിരിച്ചുപോയി പോലീസിനെ കോൾ ചെയ്യാന്ന് കരുതി തിരിഞ്ഞു നടന്നപ്പോഴാണ് പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. ആൻഡ് ഹി ക്യാപ്ചർഡ് ദിസ്. തനിക്ക് പരിചിതമല്ലാത്ത ശബ്ദത്തിൽ ആരോ ജാവേർ എന്ന പേര് വിളിക്കുകയും മാത്രമല്ലാതെ ആ കതകിന്റെ മുകളിലൂടെ രണ്ട് കണ്ണ് മിന്നിമറയുകയും ചെയ്യുന്നു. ഇതാരാ എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഇത് തൻ്റെ ഫ്രണ്ട് അന്റോണിയോ അല്ല. സീനിലേക്ക് പോലീസെല്ലാം അറൈവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ജാവേർ ആ സത്യം അറിയുന്നത്. തനിക്ക് തുറക്കാൻ പറ്റാഞ്ഞ ആ റൂമിൻ്റെ അപ്പുറത്ത് തൻ്റെ ഉറ്റ സുഹൃത്ത് മരിച്ചു പോയിരുന്നുവെന്ന്. പോലീസുകാർ വന്നു. അവിടുത്തെ തെളിവെടുപ്പെല്ലാം കഴിഞ്ഞ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ജാവേർ വീണ്ടും അവിടെ പോയി ഒന്ന് നോക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അത് അത്ര നല്ല തീരുമാനമല്ലായിരുന്നു. Un poco de escalofrío estar acá, se siente una carga un poco pesada, qué sé yo. Qué mierda. Linterna. ¿Qué pasó? ¡Ey! ¿Quién es? ¿Quién anda ahí? Mierda. ¡Hola! ¿Qué mierda anda ahí la concha de su madre? ¡Ey! ഇതും കൂടെ ആയപ്പോഴത്തേക്ക് ജാവേറിന് ശരിക്കും മതിയായി. പാലത്തിൻ്റെ അടിയിൽ കണ്ട ജന്തു. ഉക്രൈനിലെ കിയാവി എന്ന സ്ഥലത്ത് ഒരാൾ രാത്രി ട്രാഫിക്കൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ പാൻ ചെയ്ത് തൊട്ടടുത്തുള്ള പാലത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ഈ ദൃശ്യം ഷൂട്ട് ചെയ്യുന്നത്.
മനുഷ്യനോട് സമാന്തരം തോന്നിക്കുന്ന എന്നാൽ കൈകൾക്കൊക്കെ നല്ല നീളം തോന്നിക്കുന്ന ഒരു ജീവി പാലത്തിന്റെ അടിയിൽ കൂടെ ക്രോൾ ചെയ്തു പോവുകയാണ്. ഈ പാലത്തിന്റെ അടുത്തുള്ള ഏരിയയിൽ ഒന്നും തന്നെ കുരങ്ങുകളുടെ സാന്നിധ്യം ഇല്ലാത്തതാണ്. ഇത് കൈക്ക് അപാര നീളമുള്ള ഒരു മനുഷ്യനാണോ അതോ ഇത് വേറെന്തെങ്കിലും ഒരു ജീവിയാണോ? ഡോക്ടറിന്റെ പ്രേതം. അമേരിക്കയിലെ ഹോണ്ടുറസ് എന്ന് പറഞ്ഞ കൺട്രിയിൽ ഒരു ഹോണ്ടഡ് ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റൽ ഒരു ടീച്ചിങ് ഹോസ്പിറ്റലായിരുന്നു. മുമ്പ് അവിടെ ടീച്ച് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ സ്വന്തം ജീവൻ ഒടുക്കി അവിടെ തന്നെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങി ഒരു ഗോസ്റ്റായിട്ട്. ഒരു ദിവസം രാത്രി ലേറ്റ് നൈറ്റിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹാൾവേയിൽ നിന്നും ചെറിയ ചെറിയ അനക്കങ്ങൾ കേൾക്കുകയാണ്. അപ്പോൾ പേടിച്ചിട്ട് തൻ്റെ ക്യാമറ ഓണാക്കി ഹാൾവേയിൽ പോയി ആൻഡ് ആ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഷൂട്ട് ചെയ്ത ഫുട്ടേജസ് വളരെ ചില്ലിങ് ആയ ഫുട്ടേജസ് ആയിരുന്നു. അവിടെ ഉള്ളവർ പറയുന്നത് ചില സമയം ഇങ്ങനെ ഹാൾവേയിലൂടെ ആ പ്രേതം നടക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ അവിടുത്തെ ലൈറ്റുകൾ മിന്നിക്കാറുണ്ട്. പ്രേതമായ 2 ലൈറ്റൊക്കെ മിന്നിക്കണമല്ലോ, ഏതെങ്ങനെയോ. ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇതൊരു ഹെവി CGI വർക്കാണോ അതോ ഇത് റിയൽ ആ ഡോക്ടറിന്റെ തന്നെ പ്രേതമാണോ? ക്ഷണിക്കപ്പെടാതെ കടന്നു വന്ന അതിഥി. അമേരിക്കയിലുള്ളൊരു വ്യക്തിയുടെ ഡോർ മോഷൻ ഡിറ്റക്ടർ 2 ദിവസമായിട്ട് എന്തോ ഒരു കാര്യം ഡോറിന്റെ അടുത്തുള്ള പോലെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ അയാൾ ചെന്ന് നോക്കുമ്പോൾ ഡോർബെൽ ക്യാമറയിൽ ഒന്നും തന്നെ കാണാൻ കഴിയില്ല. അയാൾ കരുതിയിരുന്നത് അയൽവക്കംകാരുടെ പെറ്റ്സ് വല്ലതുമായിരിക്കും ഇതിന്റെ പിന്നിലെന്നാണ്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ അല്ലെന്ന് അയാൾക്ക് മനസ്സിലായത് 3ാമത്തെ രാത്രിയാണ്. 3ാമത്തെ ദിവസം രാത്രി മോഷൻ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്തത് ഒരു പെറ്റ്സിനെ അല്ലായിരുന്നു, പകരം ഈ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിരുന്നു. ആരാണ് ഈ അതിഥി? അന്ന് രാത്രി മിഡ് നൈറ്റിലും അതുപോലെ തന്നെ പുലർച്ചയോട് അടുക്കുന്ന സമയത്തുമായിട്ട് ഈ അതിഥി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാരാണ് എന്താണെന്നൊന്നും അറിയില്ല. മേ ബി ഈ ഹൗസ് ഓണർ തന്നെ ഈ ക്രീപ്പി മാസ്ക് വെച്ചിട്ട് നടത്തിയ ഒരു പ്രാങ്ക് ആയിരിക്കാം ഇത്. ഏതെങ്ങനെയോ അന്നത്തെ ആ സംഭവത്തിന് ശേഷം പിന്നീട് ആരും തന്നെ അതിഥിയെ കണ്ടിട്ടില്ല.